ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ജൂൺ 28, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ ദിവസവും ഏകദേശം ഒരു 20 കറണ്ട് അഫേഴ്സ് ആണ് ജേഡിസ് കറണ്ട് അഫേഴ്സ് നൽകി വരുന്നത്. അതായത് കറണ്ട് അഫേഴ്സും ജനറൽ നോളേജ് ആയി ബന്ധപ്പെട്ട് 20 കറണ്ട് അഫേഴ്സും, അതുപോലെ തന്നെ എല്ലാ തിങ്കളാഴ്ചയാണെങ്കിൽ ഒരാഴ്ച വരുന്ന കറണ്ട് അഫേഴ്സ് അതിൻ്റെ ചോദ്യം ഉത്തരങ്ങൾ PDF ഫോർമാറ്റിൽ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാം. നമുക്കത് ഒന്നുകൂടി റിവൈസ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഇന്നത്തെ ചില കറണ്ട് അഫേഴ്സിൻ്റെ ഹെഡിങ്സ് ആണ്: കെ കുഞ്ഞികൃഷ്ണൻ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, 2029 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ഇത് ഇന്ത്യക്ക് അവസരം ലഭിച്ചു. ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഒഡീഷ വിജയിച്ചു. ഇതേപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസവും നൽകി വരുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഫോർ കെ കുഞ്ഞികൃഷ്ണൻ. കെ കുഞ്ഞികൃഷ്ണന് ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 കേരള സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിനെ ആരെയാണ് തിരഞ്ഞെടുത്തത്? കെ കുഞ്ഞികൃഷ്ണൻ. കെ കുഞ്ഞികൃഷ്ണൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ടെലിവിഷൻ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. മലയാള ടെലിവിഷൻ രംഗത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത ദൃശ്യമാധ്യമ പുരസ്കാരമായ ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ആണ് കെ കുഞ്ഞികൃഷ്ണന് ലഭിക്കുന്നത്. 2025 ജൂൺ 27 ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് പ്രഖ്യാപിച്ച കേരള സാംസ്കാരിക മന്ത്രിയുടെ പേര് സജി ചെറിയാൻ. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കൾച്ചറൽ മിനിസ്റ്റർ ആണ്, സാംസ്കാരിക മന്ത്രിയാണ് സജി ചെറിയാൻ. അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെലിവിഷൻ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് 2025 ഇത് ലഭിക്കുന്നത് കെ കുഞ്ഞികൃഷ്ണന്. കഴിഞ്ഞ വർഷം ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് ബൈജു ചന്ദ്രനാണ്. അദ്ദേഹം അടങ്ങുന്ന ഒരു ജൂറിയാണ് ഈ പ്രാവശ്യത്തെ ടെലിവിഷൻ അവാർഡിനെ കെ കുഞ്ഞികൃഷ്ണനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഇന്ത്യ ടു ഹോസ്റ്റ് 2029 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ഇൻ അഹമ്മദാബാദ്. 2029 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ഇന്ത്യ അഹമ്മദാബാദിൽ ആതിഥ്യം വഹിക്കും. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ഇത് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് വർഷത്തിലാണ് ഇന്ത്യ അഭിമാനകരമായ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ആതിഥ്യം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത്? 2029. അതായത് സമ്മർ ഒളിമ്പിക്സിന് തൊട്ട് താഴെ വരുന്ന അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഗെയിംസ് ആണ് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ്. ഇത് ഇന്ത്യക്ക് ഇപ്പോൾ അവസരം ലഭിച്ചിരിക്കുകയാണ്. 2029 ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്നിട്ടുള്ള ആ ലേലത്തിലാണ് ഇന്ത്യക്ക് 2029 ഈ ഒരു ഗെയിംസ് ആദ്യത്തെ വഹിക്കാനുള്ള ഒരു ചാൻസ് ലഭിച്ചിട്ടുള്ളത്. എല്ലാ 2 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു ഗെയിംസ് ആണ് ഇത്, വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ്. 23ാമത്തെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ആണ് ഇന്ത്യയിൽ നടക്കുക 2029. ആദ്യത്തെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ആതിഥ്യം വഹിച്ച രാജ്യം സാൻ ജോസ് കാലിഫോർണിയ, USA. 1985 ആദ്യത്തെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് ഇത് സാൻ ജോസ് കാലിഫോർണിയ നടത്തിയിട്ടുള്ളത്. 1967 കാലിഫോർണിയ പോലീസ് ഒളിമ്പിക്സ് എന്ന രീതിയിൽ ആരംഭിച്ച ഇത് പിന്നീട് 85 ആദ്യത്തെ ഒരു ഗെയിംസ്, അതായത് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടത്തിയിട്ടുള്ളത്. വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിൻ്റെ ഭരണസമിതി ഏത് അതോറിറ്റിയാണ്? കാലിഫോർണിയ പോലീസ് അത്ലറ്റിക് ഫെഡറേഷൻ. കാലിഫോർണിയ പോലീസ് അത്ലറ്റിക് ഫെഡറേഷൻ ആണ് ആദ്യമായിട്ട്, അതായത് 1967 ഈ ഒരു ഗെയിംസ് നടത്തിയിട്ടുള്ളത്. പിന്നീടാണ് അതിനെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് എന്ന രീതിയിൽ നടത്താൻ തീരുമാനിച്ചതും. ഏതാണ്ട് 5000-ഓളം കോമ്പറ്റീറ്റേഴ്സ് ആണ് അന്ന് പങ്കെടുത്തിട്ടുള്ളതും. 85 ഇന്നിപ്പോൾ 23ാമത്തെ ആയിരിക്കുള്ളൂ അഹമ്മദാബാദിൽ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന ഈ ഒരു ഗെയിംസ്. 2025 ഈ വർഷം നടക്കാൻ പോകുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. 2027 ആണെങ്കിൽ ഓസ്ട്രേലിയ, 2029 ആണെങ്കിൽ അഹമ്മദാബാദിലാണ്. 2029 23ാമത് വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആതിഥ്യം വഹിക്കുക? ഗുജറാത്ത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ചായിരിക്കുള്ളൂ 2029 23ാമത്തെ വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസ് നടക്കാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഒഡീഷ വിൻസ് വിമൻസ് ഫൈനൽ ഇൻ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ്.
ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പിൽ വനിതാ ഫൈനൽ ഒഡീഷ വിജയിച്ചു. ആദ്യമായിട്ട് നടക്കുന്ന ഒരു മത്സരമാണ് മാസ്റ്റേഴ്സ് കപ്പ്. ഇത് ഹോക്കിയെ ബന്ധപ്പെട്ട ഒരു ടൂർണമെന്റ് ആണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 27 പഞ്ചാബിനെതിരെ നടന്ന ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് 2025 വനിതാ വിഭാഗത്തിൽ വിജയിച്ച ടീം ഏതാണ്? ഒഡീഷ പഞ്ചാബ് ആയിരുന്നു ഫൈനൽ മത്സരത്തിൽ വനിതകളുടെ. ഈ ഒരു മത്സരത്തിൽ ജൂൺ 27, അതായത് ഇന്നലെ നടന്നിട്ടുള്ള ആ ഒരു ഫൈനൽ മത്സരത്തിൽ ഒഡീഷ പഞ്ചാബിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് എന്ന ആ ഒരു കിരീടം കരസ്ഥമാക്കി. 2025 ജൂൺ 27 മഹാരാഷ്ട്രക്ക് എതിരെ നടന്ന ആദ്യ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് 2025 പുരുഷ വിഭാഗത്തിൽ വിജയിച്ച ടീം ഏതാണ്? തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാട് ആണ് മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് 2025 കരസ്ഥമാക്കുന്നത്. വനിതകളിലാണെങ്കിൽ ഒഡീഷ പഞ്ചാബിനെതിരെയായിരുന്നു. ആദ്യ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് നടന്ന നഗരം ഏതാണ്? ചെന്നൈ എന്ന നഗരമാണ് ആദ്യത്തെ ഹോക്കി ഇന്ത്യ മാസ്റ്റേഴ്സ് കപ്പ് എന്ന ഈ ഒരു മാച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പുരുഷ വിഭാഗത്തിൽ ആണെങ്കിൽ തമിഴ്നാട് മഹാരാഷ്ട്രയെ പരാജയപ്പെടുത്തിക്കൊണ്ട്, വനിതകളുടെ വിഭാഗത്തിൽ ആണെങ്കിൽ ഒഡീഷ പഞ്ചാബിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് സൽഖാൻ ഫോസിൽ പാർക്ക് ഇൻ സോൻഭദ്ര ജോയിൻസ് യുനെസ്കോ ടെന്റേറ്റീവ് ലിസ്റ്റ്. സോൻഭദ്രയിലെ സൽഖാൻ ഫോസിൽ പാർക്ക് യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടി. ഇന്ത്യയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് ഇന്ത്യയിലെ സൽഖാൻ ഫോസിൽ പാർക്ക് ഇത് യുനെസ്കോയുടെ താൽക്കാലിക പട്ടികയിൽ ഇടം നേടിയ കാര്യം. സൽഖാൻ ഫോസിൽ പാർക്ക് എത്ര വർഷം പഴക്കമുള്ള ഒരു ഫോസിൽ പാർക്ക് ആണ്, അതുപോലെ തന്നെ ഇത് ഏത് സംസ്ഥാനത്താണ്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ താൽക്കാലിക പട്ടികയിൽ ചേർത്ത സൽഖാൻ ഫോസിൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്, സോൻഭദ്ര ജില്ല. ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിലാണ് സൽഖാൻ ഫോസിൽ പാർക്ക്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ യുനെസ്കോന്റെ താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഫോസിൽ പാർക്ക് യുനെസ്കോന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഉത്തർപ്രദേശ് വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നടന്നിട്ടുള്ള പല കോൺഫറൻസുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് വന്നിട്ടുള്ളത്. ഫോസിൽ പാർക്കിനെ യുനെസ്കോന്റെ ആ ഒരു പൈതൃക താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുത്തിയൊരു കാര്യം. ഉത്തർപ്രദേശിലെ സൽഖാൻ ഫോസിൽ പാർക്കിലെ ഫോസിലുകൾക്ക് എത്ര പഴക്കമുണ്ട്? 1.4 ബില്യൺ വർഷം പഴക്കമുണ്ട്. ഈ ഒരു പ്രദേശത്തെ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള യുനെസ്കോന്റെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചൊരു കാര്യം. ലോകത്തിലെ ഒരേ ഒരു സ്ഥലത്താണ് ഇത്രയും ഫോസിൽസ് ഉള്ളത്. അതായത് ഈ കല്ലുകളിൽ കാണപ്പെടുന്ന ഈ പ്രത്യേക തരത്തിലുള്ള ഒരു വട്ടത്തിലുള്ള ഈ വളയങ്ങൾ കാണപ്പെടുന്ന ഒരു സംഭവം ലോകത്തിൽ ഇത്രയും ആയിട്ട് ഒരുമിച്ച് കാണുന്നത് ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ലയിലുള്ള സൽഖാൻ ഫോസിൽ പാർക്കിലാണ്. സൽഖാൻ ഫോസിൽ പാർക്ക് ഏത് വന്യജീവി സങ്കേതത്തിനടുത്താണ്? കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഉത്തർപ്രദേശിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇത് ഉത്തർപ്രദേശിന്റെ കൈമൂർ ഡിസ്ട്രിക്റ്റിലും ബീഹാറിന്റെ റോത്താസ് ഡിസ്ട്രിക്റ്റിലുമാണ്. ഏതാണ്ട് 1504 സ്ക്വയർ കിലോമീറ്ററിൽ വരുന്ന ഒരു വലിയൊരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് കൈമൂർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആർ പ്രജ്ഞാനന്ദ വൺ ദി ഉസ്ചെസ് കപ്പ് മാസ്റ്റേഴ്സ്. ആർ പ്രജ്ഞാനന്ദ ഉസ്ചെസ് കപ്പ് മാസ്റ്റേഴ്സ് നേടി. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ സ്പോർട്സ് പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ്. 19 വയസ്സുള്ള ആർ പ്രജ്ഞാനന്ദ ഉസ്ചെസ് കപ്പ് മാസ്റ്റേഴ്സ് കിരീടം നേടിയ കാര്യം. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ജൂൺ 27 നടന്ന ഉസ്ചെസ് കപ്പ് മാസ്റ്റേഴ്സ് വിജയത്തോടെ ചെസ്സിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച റാങ്കുള്ള കളിക്കാരനായി മാറിയത് ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നിട്ടുള്ള ചെസ് പ്ലെയർ അത് ആർ പ്രജ്ഞാനന്ദയാണ്. ഈ കഴിഞ്ഞ ജൂൺ 27, അതായത് ഇന്നലെ നടന്നിട്ടുള്ള ഉസ്ചെസ് കപ്പ് ഫൈനൽ മത്സരത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തുകയും ആർ പ്രജ്ഞാനന്ദയുടെ ആ റേറ്റിംഗ് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന ലെവലിലേക്ക് എത്തിച്ചു. ഉസ്ചെസ് കപ്പിൽ ഏത് കളിക്കാരനെ പരാജയപ്പെടുത്തി ആർ പ്രജ്ഞാനന്ദ 2778 പോയിന്റ് റേറ്റിംഗിലെത്തി? ഉസ്ബെക്കിസ്ഥാന്റെ നോഡിർബെക് അബ്ദുസത്തറോവ്. ഉസ്ബെക്കിസ്ഥാന്റെ ഒരു ചെസ് പ്ലെയർ ആണ് നോഡിർബെക് അബ്ദുസത്തറോവ്. ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആർ പ്രജ്ഞാനന്ദ
2778.3 എന്ന ആ റേറ്റിംഗിലൂടെ ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ലെവൽ വന്നിട്ടുള്ള ചെസ് പ്ലെയർ എന്ന രീതിയിലുള്ള ആ ഒരു റാങ്കിൽ എത്തിയിട്ടുള്ളത് ആർ പ്രഖ്യാനന്ദ ജൂൺ 27 ഊസ് ചെസ് കപ്പിലാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും ജനറൽ നോളജ് ആണെന്ന് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജെഡിസ് കറണ്ട് അഫേഴ്സിൻ്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.